അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നാവരിഞ്ഞ രാജ്യത്തെ ജനാധിപത്യമാദ്യമായി കൽത്തുറങ്കലായ അടിയന്തരാവസ്ഥയ്ക്ക് 50 വയസ്സ് തികയാനിരിക്കുകയാണ്. രാജ്യം വീണ്ടും ആ ഇരുണ്ട കാലത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെളിയുകയാണ്. ഭക്ഷണത്തിലും വിശ്വാസത്തിലും കടന്നു കയറാൻ തുടർച്ചയായി അധികാരത്തിൻ്റെ ഹുങ്കുപയോഗിക്കുന്ന സംഘപരിവാർ ഫാസിസം അഭിപ്രായ പ്രകടനത്തിനും തങ്ങളുടെ അധികാര മുഷ്ക് കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്തിന് സമാനമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് സെൻസറിംഗ് നടത്തിയിരിക്കുകയാണ് മോദിയുടെ ഫാസിസ്റ്റ് സർക്കാർ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ പ്രസംഗങ്ങൾ സർക്കാർ നിർദ്ദേശപ്രകാരം ദൂരദർശനും ആകാശവാണിയും വെട്ടിത്തിരുത്തി. ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഒരിക്കലും തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് പരാജയഭീതി പൂണ്ട BJP ചെയ്തിരിക്കുന്നത്. വിമർശനങ്ങളെ അത്രയേറെ അസഹിഷ്ണുതയോടെ കാണുകയും സർക്കാരിനെയോ ഭരണാധികാരിയോ വിമർശിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാക്കുന്ന നിലയിലേക്കാണ് മോദിയും കൂട്ടരും കാര്യങ്ങളെ എത്തിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന വിയോജിക്കുവാനുള്ള അവകാശത്തെ ഭയക്കുന്ന ഭരണാധികാരി സ്വേച്ഛാധിപതിയാണ്. അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികളുടെ നേതാക്കൾ ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും നടത്തിയ പ്രസംഗങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നരേന്ദ്രമോദിയുടെ പ്രചരണ വേദികളിലെ വർഗീയ പരാമർശങ്ങൾ മറയില്ലാതെ സംപ്രേഷണം ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾ അരിച്ചുപെറുക്കി വെട്ടിമാറ്റുന്നത്. യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്ന് വർഗീയ ഏകാധിപത്യ ഭരണകൂടം, കിരാത നിയമങ്ങൾ തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കി. സർക്കാരിൻ്റെ പാപ്പരത്വം എന്ന പ്രയോഗം പരാജയമെന്നാക്കി. ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പൂർണ്ണമായും നീക്കി. ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G. ദേവരാജൻ്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് മുസ്ലിം എന്ന് പറഞ്ഞത് ഒഴിവാക്കി. ഇതാദ്യമല്ല മോദി വാക്കുകളെ ഭയന്നുകൊണ്ട് നിയമം ഉപയോഗിച്ച് അതിനെ വിലക്കുന്നത്. 2022 ജൂലൈ 14 ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനപ്രതിനിധികളുടെ നാവിന് മോദി സർക്കാർ വിലങ്ങിട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ജുംല, അതായത് തരികിട, ജുംല ജീവി, തട്ടിപ്പുകാരൻ തുടങ്ങിയ 150ഓളം വാക്ക് പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്നത് അന്ന് വിലക്കി. സാധാരണ ഉപയോഗിക്കുന്ന അഴിമതി, ഏകാധിപത്യം, വഞ്ചന, നാടകം തുടങ്ങിയവയ്ക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു. മോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷമുയർത്തുന്ന വിമർശനങ്ങളെ പൂർണ്ണമായി മായ്ച്ചു കളയാൻ ഇതിലൂടെ കഴിയുമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞതോടെ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ലെന്ന് കണ്ട് പ്രതിപക്ഷ വിമർശനത്തെ വീണ്ടും തടയിടാനാണ് ഏകാധിപതിയായ ഭരണകൂടം തീരുമാനിച്ചത്. ജനാധിപത്യത്തിൽ വിയോജിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ് ഈ സെൻസറിംഗ് നടപടി. ഭരണ സംവിധാനത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനെപ്പോലും ഭയക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം. 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം ഇന്ത്യ ജനാധിപത്യ രാജ്യമാകില്ല. നിലവിലെ തിരഞ്ഞെടുപ്പ് രീതി പോലും അട്ടിമറിക്കാൻ ഇവർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കുതന്ത്രം പുറത്തെടുത്തിട്ടുണ്ടോ എന്ന ദുരവസ്ഥയും നിലനിൽക്കുന്നു. തിരഞ്ഞെടുത്തത് ജനങ്ങളാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അധികാരത്തെ നിശ്ചയിക്കുന്നത് ഇന്ന് ജനങ്ങളല്ല, മറിച്ച് നാഗ്പൂരിലെ ഒരു സംഘം വർഗവെറി പൂണ്ട നരാധമന്മാരാണ്. കള്ളന്മാരെ പോലെ അർദ്ധരാത്രിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ തകിടം മറിച്ച നോട്ട് നിരോധനം, കാശ്മീരിനെ വിഭജിച്ച തീരുമാനം, ഇതൊക്കെ ഉണ്ടായതും രാത്രിയുടെ മറവിലാണ്. ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ നിരന്തരം വിച്ഛേദിച്ചുകൊണ്ട് ജനകീയ പ്രതികരണങ്ങളെ നിശബ്ദമാക്കുന്നത് തുടരുകയാണ്. ഉദാസീനമായ പൗരബോധമാണ് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. ജനതയെ മതം, ദൈവം പോലുള്ള വൈകാരികതകളിൽ തളച്ചിടുന്നത് മറ്റ് വിഷയങ്ങളോട് ഉദാസീനത വളർത്താനാണ്. പ്രതിരോധം തീർക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളും അപ്രസക്തമാകുന്നതുകൊണ്ട് ജനകീയ പ്രതിഷേധമാണ് പോംവഴി. വി ദ പീപ്പിൾ എന്നത് ഐ ആം ദ നേഷനാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതിന് കൂട്ടുനിൽക്കുക എന്ന ജനദ്രോഹമാണ് മാധ്യമങ്ങൾ ഇന്ത്യൻ ജനതയോട് ചെയ്യുന്നത്. ഇപ്പോൾ ഭരണകൂടം പ്രതിപക്ഷത്തെയാണ് തേടുന്നത്. നാളെ അവർ നിങ്ങളെ തേടി വരും. അന്ന് നിങ്ങൾക്ക് നഷ്ടമാകുക നിങ്ങളുടെ തൊഴിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മോദിക്കും കൂട്ടർക്കും ആർപ്പ് വിളിക്കുന്ന മാപ്രകൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ കത്തിവെക്കുന്നത് നിങ്ങളിരിക്കുന്ന കൊമ്പിലാണ് എന്നതാണ്. ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിക്കപ്പെടുന്ന നിശബ്ദ അടിയന്തരാവസ്ഥയാണ് നിലവിലുള്ളതെന്ന് തിരിച്ചറിയേണ്ടത് മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. അറിയാനും
അഭിപ്രായം പ്രകടിപ്പിക്കുവാനുമുള്ള പൗരൻ്റെ മൗലിക അവകാശത്തിന് നേരെയാണ് അധികാരികൾ തിരിഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടാനുള്ള ആർജവം ഇനിയെങ്കിലും അക്ഷരം കൊണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്.